ഹിക്കടിക്കല്ലേ? എനിക്ക് കേൾക്കാം. അപ്പൊ എന്റെ ഊഹം ശരിയല്ല, ഇവരെല്ലാം കേൾക്കായിരുന്നല്ലോ. എടാ നൂബ, എന്നിട്ടാണോ നീ മിണ്ടാതിരുന്നത്? ഞാൻ ഇത്രയും സമയം പറയുന്നത് നീ കേട്ടിട്ടില്ലേ? അപ്പൊ ചേട്ടാ കേൾക്കായിരുന്നു. അതില്ലേ, അത് ഞാനിവിടെ അമ്മയോട് ചായ എടുത്തു വെക്കാൻ പറയായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് മൈക്ക് ഓണാക്കി സംസാരിക്കാൻ പറ്റില്ല ഏട്ടാ. അതുകൊണ്ടാണ്. ഒന്നും വിചാരിക്കില്ല ഏട്ടാ. എന്റെ മോനെ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്രിമിനൽ ബണ്ടിലൊക്കെ ഉള്ള ലോബിയിലൊക്കെ നിൽക്കുന്നത്. ചേട്ടാ, ചേട്ടൻ എവിടുന്നാ ഈ യെല്ലോ ക്രിമിനൽ അക്കൗണ്ടൊക്കെ കിട്ടിയത്? എന്തോ എടാ അളിയാ, ഇത് യെല്ലോ ക്രിമിനൽ ഒന്നല്ല, ഇത് പർപ്പിൾ ക്രിമിനലാ. നിനക്ക് കണ്ണും കാണുന്നില്ലടാ. അത് തന്നെ, എനിക്ക് കളർ മാറിപ്പോയതാട്ടാ, അല്ലാതെ എനിക്ക് അറിയാത്തൊന്നുമല്ല കേട്ടോ. അതെനിക്ക് മനസ്സിലായടാ. നീ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ചേട്ടാ, ഞാനിപ്പോ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞു കേട്ടാ. ഇനി 11ാം ക്ലാസ് പ്ലസ് 1ലേക്കാ. ആടാ നൂബെ, നീ ഇങ്ങനെ പോയാ 10ാം ക്ലാസ് പാസ്സാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നടക്കട്ടെ. അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞേ? ഞാൻ നന്നായിട്ട് പഠിക്കൊക്കെ ചെയ്യും കേട്ടോ, അല്ലാതെ ഞാൻ ബാക്ക് ബെഞ്ചർ ഒന്നും അല്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ സ്പോർട്സിലും കേമനാ. തവളച്ചാട്ടത്തില് ഒന്നാമനാ ഞാൻ. കുപ്പിയിൽ വെള്ളം നിറക്കലില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടില് 1ാം സ്ഥാനമാ നേടിയത്. ഈ നൂബൻ നാട്ടിലെ ഓണപരിപാടിന്റെ കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നേ.